സിനിമകളിലെ തുറന്നെഴുത്തുകളെ സെൻസർ ബോർഡ് കത്തിവെക്കുന്നുവെന്ന് സംവിധായകനും നടനുമായ ശശികുമാർ. ബിജെപിയുടെ വർഗീയതയ്ക്കെതിരെ പോരാടാൻ കമ്മ്യൂണിസ്റ്റിന് മാത്രമേ കഴിയൂ എന്ന് സംവിധായകനായ രാജു മുരുകനും പറഞ്ഞു. സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ സാംസ്കാരിക പരിപാടിയിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തനത് കലാരൂപങ്ങൾ അരങ്ങിലെത്തിച്ചാണ് സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. സാംസ്കാരിക ചടങ്ങിൽ തമിഴ് പണ്ഡിതൻ സോളമൻ പാപ്പയ്യ, ചലച്ചിത്ര പ്രവർത്തകരായ ശശികുമാർ, രാജുമുരുകൻ എന്നിവർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് ചരിത്രവും സഖാവ് ജാനകിയമ്മയുടെ ഓർമ്മകളും പുതുക്കിയായിരുന്നു സോളമൻ പാപ്പയ്യ സംസാരിച്ചത്. തന്റെ സിനിമകളിൽ കമ്മ്യൂണിസമുണ്ടെന്നും തുറന്നെഴുത്തുകളെ സെൻസർ ബോർഡ് വെട്ടുന്നുവെന്നും സംവിധായകനും നടനുമായ ശശികുമാർ ചൂണ്ടിക്കാട്ടി. அது சென்சார் கட்டு எவ்வளோ போகுதுன்னு தெரில, அதுக்கப்புறம் தான் பார்த்துக்கணும். ஆனால் அதான் அந்த தைரியம், இப்போ பேசும்போதும் அந்த தைரியம் இருக்குல்ல, அந்த தைரியம் ஒவ்வொரு കമ്മ്യൂണിസ്റ്റിനും இருக்கும். എല്ലാ നല്ല മനുഷ്യരും കമ്മ്യൂണിസ്റ്റുകളാണെന്നും ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയുടെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയത്തെ ചെറുക്കാൻ കമ്മ്യൂണിസത്തിന് മാത്രമേ കഴിയൂ എന്നും രാജുമുരുകൻ കൂട്ടിച്ചേർത്തു. മികച്ചിരുന്ന മനുഷ്യർ എല്ലാവരുമേ കമ്മ്യൂണിസ്റ്റാக தான் இருக்க முடியும். இந்தியா முழுவதும் வர்ணாசிரமத்திற்கு எதிராகவும் வர்க்கப்பிளவுக்கு எதிராகவும் தொடர்ந்து போராடக்கூடிய ஒரே இயக்கம் கம்யூனிஸ்ட் இயக்கம் தான். நம்மளை பிரிச்சு நம்முடைய சகோதர யுத்தத்திலேயே நம்முடைய எதிரி தொடர்ந்து வளர்ந்துகிட்டே இருக்கான். இன்னைக்கு அவர்களுக்கு எதிராக நாம் செய்ய வேண்டியது முதலில் நம்முடைய இடதுசாரி ஜனநாயக சக்திகளை ஒன்றாக இணைக்கணும். அன்பின் பக்கம் நிற்பது, மனிதத்தின் பக்கம் நிற்பது, அதுதான் நாம் കമ്മ്യൂണിസ്റ്റുകളിன் பக்கம் நிற்பது. വരും ദിവസങ്ങളിലും നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറുകളും കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും അവതരിപ്പിക്കും. സാംസ്കാരിക വൈവിധ്യങ്ങൾക്കപ്പുറം എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നതുകൂടിയാണ് ജാനകി അമ്മാൾ വേദിയിൽ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നത്. മധുരയിലെ സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറാമാൻ സജുവിനൊപ്പം വിഷ്ണു തലവൂർ.